കേരളത്തിൽ പോലീസുകാരുടെ ആത്മഹത്യ ഇല്ലാതാക്കാൻ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച നടപടികൾ ഫലം കാണുന്നില്ല. കഴിഞ്ഞ 6 ദിവസത്തിനിടെ വിവിധ സ്റ്റേഷനുകളിലെ 5 പോലീസുകാരാണ് ജീവനൊടുക്കിയത്. ജോലിയിലെയും കുടുംബപരമായുമുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗ് നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ആത്മഹത്യ തടയാൻ ഉപകരിക്കുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2015 മുതൽ 2023 നവംബർ വരെ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 124 പോലീസുകാരാണ്. പോലീസുകാരുടെ മാനസിക സമ്മർദ്ദവും ആത്മഹത്യയും കൂടുന്നുവെന്ന മീഡിയ 1 പരമ്പരയെ തുടർന്ന് ഡിസംബർ 8 പോലീസുകാർക്ക് കൗൺസിലിംഗ് നടത്തണമെന്നുള്ള സർക്കുലർ DGP പുറത്തിറക്കി. DGPയുടെ സർക്കുലറിന് പിന്നാലെ പോലീസുകാർക്ക് കൗൺസിലിംഗ് തുടങ്ങി. അവിടെ തീരുന്നുണ്ടോ പോലീസുകാരിലെ മാനസിക സമ്മർദ്ദം? ഇല്ലെന്നാണ് വീണ്ടും തുടരുന്ന ആത്മഹത്യകൾ തെളിയിക്കുന്നത്. ഈ ജൂൺ മാസം പോലീസുകാർ ഒരിക്കലും മറക്കാനിടയില്ല. കാരണം അവരുടെ ഇടയിൽപ്പെട്ട 5 പേരാണ് ജീവൻ അവസാനിപ്പിച്ചത്. ജൂൺ 8 തൃശൂർ പോലീസ് അക്കാദമിയിലെ ജിമ്മി ജോർജ്, ആലപ്പുഴ AR ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സുധീഷ്, 11 കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ മധു, ജൂൺ 14 വണ്ടൻമേട് സ്റ്റേഷനിലെ രതീഷും വിഴിഞ്ഞം SI ജോർജ് കുരുവിളയും. പോലീസുകാരുടെ പരാതികളും വിഷമങ്ങളും അവതരിപ്പിക്കാൻ സ്റ്റേഷനിൽ മെൻറ്ററിംഗ് സംവിധാനം ഒരുക്കണം. അർഹമായതും അനുവദനീയവുമായ മുഴുവൻ അവധികളും നൽകണം. വിവാഹ വാർഷിക ദിവസങ്ങളിലും മക്കളുടെ പിറന്നാൾ ദിവസങ്ങളിലും പരമാവധി അവധി നൽകണം തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ടായിരുന്നു DGPയുടെ സർക്കുലറിൽ. ഇതൊന്നും നടപ്പിലാകുന്നില്ലെന്ന് മാത്രമല്ല, മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നതിലും അധികമാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. ഈ കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനുകൾ മാനേജ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്, പണിയെടുക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ആണ് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ കാരണങ്ങൾ പലതായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാവർക്കും ലോൺ ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണം എന്ന് പറയാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു സമയം, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു സമയം കിട്ടാത്തതാണ് ഇതിലേറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമിത ജോലിഭാരവും സമ്മർദ്ദവും പോലീസുകാരെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നുണ്ട്. സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാരെ നിയമിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.